നമസ്കാരം. ഇന്നലെ ഞാൻ നമ്മുടെ പി ശശിയെക്കുറിച്ച് ഒരു എപ്പിസോഡ് പുറത്തുവിട്ടിരുന്നു. അതിന് കാരണം രാഹുൽ മാങ്കൂട്ടം 3 ക്രിമിനലുകളായ ആളുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. കേരളത്തിലെ ഏറ്റവും നൊട്ടോറിയസ് ആയ ക്രിമിനൽസ്. ഒന്ന് പിണറായി വിജയൻ, രണ്ടാമത് പി ശശിയാണല്ലോ. മാഫിയ തലവന്മാരിലെ ഏറ്റവും മികച്ച മാർക്കുള്ള ആൾ ആരാന്ന് വെച്ചാൽ പി ശശിക്കാണ്. മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി കേരളത്തിലെ പോലീസിനെ നിയന്ത്രിച്ചിരുന്ന ക്രിമിനലായിരുന്നു അദ്ദേഹം. അതിനുശേഷം ഇപ്പോൾ പിണറായി വിജയൻ വന്ന ശേഷം വീണ്ടും അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിയായി മാറി. പോലീസിനെ നിയന്ത്രിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം വന്നു. അപ്പോൾ അതിനിടയിൽ ഒരു ഗ്യാപ്പ് വന്നിരുന്നു. എന്തായിരുന്നു ഗ്യാപ്പ്? അദ്ദേഹം പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ശശി ഒരു വലിയ കുറ്റകൃത്യം ചെയ്തിരുന്നു. ആ കുറ്റകൃത്യം എന്തായിരുന്നു അറിയാമോ? ഒരു എം എൽ എയുടെ CPM MLA മകളെ, ഒരു എല്ലാ തരത്തിലും ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന തളിപ്പറമ്പിലെ ഒരു മുൻ MLA മകളെ കണ്ണൂർ CH കണാരം മന്ദിരത്തിൽ വെച്ച് കയറി പിടിക്കുകയും ക്രൂരമായി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു കുറ്റം. അതോടൊപ്പം ഹോസ്ദുർഗ് കോടതിയുടെ അതിർത്തിയിൽ കാഞ്ഞങ്ങാട് വെച്ച് ഒരു പ്രകൃതി ചികിത്സാ സെൻറ്ററിൽ ചികിത്സ എന്ന പേരിൽ ഒരു DYFI നേതാവിൻ്റെ ഭാര്യയെ അവിടെ കൊണ്ട് കിടത്തിച്ചിട്ട് അവിടെ അവരുമായിട്ട് ഇല്ലീഗൽ ബന്ധമായിരുന്നു. ഇത് ആ DYFI നേതാവ് കൊടുത്ത പരാതിയായിരുന്നു. അതേപോലെ MLA മകൾ തന്നെ പരാതി കൊടുത്തായിരുന്നു. പാർട്ടിക്കാണ് പരാതി കൊടുത്തത്. സാധാരണ പാർട്ടിയിൽ അന്ധമായി വിശ്വസിച്ച് നടക്കുന്ന ആളുകളായിരുന്നു പാവം MLA മകൾ. ആ MLA അങ്ങനെ തന്നെയായിരുന്നു. പാർട്ടി എന്ന് പറഞ്ഞ ജീവനായിരുന്നു. പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു തളിപ്പറമ്പിൻ്റെ മുൻ MLA. അദ്ദേഹത്തിൻ്റെ മകൾ അന്ധമായി വിശ്വസിച്ചത് പി ശശി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ തൊഴിലാളി സ്നേഹം പറയുന്ന, തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, പീഡിതവർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അല്ലേ? അദ്ദേഹത്തിലെ അപ്പുറത്തെ അവിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് കണ്ണിൽ പൊടി പോയി എന്ന് പറഞ്ഞിട്ട് കരട് വീണു, ഒന്ന് എങ്ങനെയെങ്കിലും ഊതി ശരിയാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പി ശശി കണ്ണൂർ ജില്ലാ CPM സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഈ പാവപ്പെട്ട പെൺകുട്ടിയെ, അന്ധമായി പി ശശിയെ വിശ്വസിച്ചിരുന്ന പാവപ്പെട്ട പെൺകുട്ടിയെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് കണ്ണിൽ പൊടി ഒന്ന് ഊതി ഒഴിവാക്കിത്താ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത്. അവിടെ വെച്ച് കയറി പിടിക്കുകയും ബലാത്സംഗത്തിന് ശ്രമിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ 2 പേർ അവിടേക്ക് കയറി വന്നത്. ഈ സംഭവത്തിൽ പെൺകുട്ടി പരാതി കൊടുത്തു. അതേപോലെ DYFI നേതാവിൻ്റെ ഭാര്യ മിസ്യൂസ് ചെയ്തതിനെതിരെ DYFI നേതാവ് പരാതി കൊടുത്തു. അങ്ങനെ പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. ആരായിരുന്നു അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത്? ഒന്ന് വൈക്കം വിശ്വനും അതേപോലെ നമ്മുടെ വിജയരാഘവൻ ആരാ അറിയില്ലേ? നമ്മുടെ ബിന്ദു മന്ത്രിയുടെ കഴിഞ്ഞ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദുവിൻ്റെ ഭർത്താവായിരുന്നു വിജയരാഘവൻ. നമുക്കറിയാം, മുമ്പ് രമ്യ ഹരിദാസിനെ അശ്ലീല പരാമർശം നടത്തിയത് എല്ലാവർക്കും അറിയാം. എപ്പോഴും അശ്ലീലം മാത്രം പറയുന്ന അശ്ലീല രാഘവനാണ് ഇത് അന്വേഷിക്കാൻ വന്നത്. എന്തായാലും വലിയ തീവ്രതയുണ്ടെന്ന് കണ്ടെത്തുകയും പി ശശി കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയും പാർട്ടി പി ശശിയെ പുറത്താക്കുകയുണ്ടായി. സസ്പെൻഡ് ചെയ്യല്ല, പുറത്താക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ പി ശശിയെ പുറത്താക്കി എന്നുള്ള കാര്യം പത്രങ്ങളിൽ വരികയും അതേപോലെ പ്രകാശ് കാരാട്ടും VS അച്യുതാനന്ദനും പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ പരസ്യമായി പ്രസ്താവന നടത്തുകയും ചെയ്തപ്പോൾ അവരെയും കൂടി സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിലും അതേപോലെ ഹോസൂർ മജിസ്ട്രേറ്റ് കോടതിയിലും ഞാൻ കേസ് ഫയൽ ചെയ്തു. പി ശശിയെ ഇത് ക്രിമിനൽ കുറ്റമാണ്, ബലാത്സംഗത്തിന് കേസെടുക്കണം എന്ന് പറഞ്ഞിട്ട്. അതിൽ ആരാണ് തെളിവ് നൽകേണ്ടത്? ഈ രേഖ, അതായത് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പി ശശിയെ പുറത്താക്കിയത്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പി ശശിയെ പുറത്താക്കിയത് കൊണ്ട് ആ രേഖ ഹാജരാക്കണം എന്ന് പറഞ്ഞ് വിജയരാഘവനെയും അതേപോലെ വൈക്കം വിശ്വനെയും സാക്ഷിയാക്കി. അതോടൊപ്പം VS അച്യുതാനന്ദൻ, പ്രകാശ് കാരാട്ട്, പിണറായി വിജയൻ ഇവരെയും സാക്ഷിയാക്കി. അവർ കൃത്യനിർവഹണത്തിൽ കൃത്യമായി പ്രവർത്തിക്കുന്ന, അതായത് പാർട്ടി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പുറത്താക്കിയവരെ പി ശശിയെ കൃത്യമായിട്ട് കോടതിയിൽ വന്ന് മൊഴി നൽകുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിലും അതേപോലെ ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയിലുള്ള കേസുകൾ എടുത്ത് ഇവർ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ VS അച്യുതാനന്ദൻ്റെ കള്ള ഒപ്പിട്ടിട്ട് കോടതിയിൽ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തു. ഞങ്ങൾക്ക് താല്പര്യമില്ല കോടതിയിൽ ഹാജരാവാൻ, ഇത് പാർട്ടിക്ക് മാത്രമാണ് അധികാരമുള്ളത്, ഇത്തരം കാര്യങ്ങളൊന്നും കോടതിയിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അവിടെ അഫിഡവിറ്റ് ഫയൽ ചെയ്ത് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി. ഇതോടുകൂടി എനിക്ക് ആ കേസിൽ തെളിവ് ഹാജരാക്കാൻ പറ്റാത്തത് കൊണ്ട് കേസ് തള്ളാന്ന് പറഞ്ഞാൽ ഇവർ പാർട്ടിയുടെ ഔദ്യോഗികമായ ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ കോടതിയിൽ വന്ന്
മൊഴി നൽകുകയും ആ രേഖ ഹാജരാക്കിയാൽ മാത്രമേ ഈ കേസ് മുന്നോട്ട് പോവുള്ളൂ. അല്ലാതെ ഈ കേസിന് തെളിവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കോടതി ഈ തെളിവുകളൊന്നും കോടതിയിൽ ഹാജരാക്കാത്തത് കൊണ്ടും സാക്ഷികൾ ഹാജരാവാത്തത് കൊണ്ടും കേസ് തള്ളി എന്ന് പ്രഖ്യാപിക്കണ്ടേ. പിന്നീടാണ് നമ്മൾ കാണേണ്ട രസം. പിണറായി വിജയൻ എന്ത് ചെയ്തു? പിണറായി വിജയനെ പി ശശി എന്ന് പറഞ്ഞാൽ ആത്മബന്ധമാണ്. എല്ലാ തരത്തിലും എല്ലാ ഇല്ലീഗൽ പ്രവർത്തനങ്ങൾക്കും പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണ് പി ശശി എല്ലാം ചെയ്യാറുള്ളത്. മുമ്പ് ലാവ്ലിൻ കേസിൽ 8 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ചു കൊടുത്തപ്പോൾ അത് വാങ്ങിയത് സൂട്ട് കേസ് ഇ.കെ. നായനാരുടെ ഭരണകാലത്ത് വാങ്ങിയത് പി ശശിയായിരുന്നു. ആ പണം ഉപയോഗിച്ചിട്ടാണ് തിരുവനന്തപുരത്തെ AKG സെന്റർ മുന്നിൽ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് ശീതളീകരിച്ച ഫ്ലാറ്റുകൾ നിർമ്മിച്ചത്. ഇതേപോലെ തന്നെ ഐസ്ക്രീം പാർലർ പെൺവാണിഭം അട്ടിമറിക്കാൻ വേണ്ടി പി ശശിയും അന്ന് പാർട്ടി സെക്രട്ടറി മാറിയ സംസ്ഥാന സെക്രട്ടറി മാറിയ പിണറായി വിജയനും കൂടി ചേർന്നാണ് കൈരളി ചാനലിന് വേണ്ടി കുഞ്ഞാലിക്കുട്ടിയുടെ സഹായത്തോടെ ഫണ്ട് പിരിച്ചത്. വലിയ പ്രമുഖരായ ബിസിനസ്സുകാരെയെല്ലാം വലയിലാക്കി. അന്ന് 1 കോടി രൂപയാണ് പി ശശി കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് വാങ്ങി എന്നുള്ള റിപ്പോർട്ട് ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനെതിരെ എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചെങ്കിലും ഞാൻ വെല്ലുവിളിച്ചു എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി. ഇന്നേ വരെ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തില്ല പി ശശി എന്നുള്ള നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ തലവൻ. അങ്ങനെയുള്ള പി ശശിയെക്കുറിച്ച് കൃത്യമായി തെളിവുകളുള്ള പാർട്ടിയാണ് ആര്? മാർക്സിസ്റ്റ് പാർട്ടി. ആ റിപ്പോർട്ട് അന്ന് പിണറായി വിജയൻ്റെ കൈവശമായിരുന്നു സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ. ഇപ്പോൾ ആരാണ് സംസ്ഥാന സെക്രട്ടറി? കോടിയേരി ബാലകൃഷ്ണനാണ്. അപ്പോൾ ആ കോടിയേരി ബാലകൃഷ്ണൻ എടുത്ത് അന്ന് വൈക്കം വിശ്വനും വിജയരാഘവനും അന്വേഷിച്ച് ബലാത്സംഗം നടത്തിയെന്ന് കൃത്യമായി പാർട്ടിക്ക് ബോധ്യപ്പെട്ട് പി ശശിയെക്കുറിച്ച് വന്ന റിപ്പോർട്ട് ഇപ്പോൾ ആരെ കൈവശമുണ്ട്? സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ കൈവശമുണ്ട്. ഇപ്പോൾ എം വി ഗോവിന്ദൻ അത് പോലീസിന് നൽകുകയാണെങ്കിൽ ഞാനിപ്പോൾ കേസ് ഫയൽ ചെയ്യാം. ആ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യാം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പി ശശി അറസ്റ്റിലാകും. ധൈര്യമുണ്ടോ എം വി ഗോവിന്ദ? ധൈര്യമുണ്ടോ പിണറായി വിജയൻ? സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടുന്ന ഒരു പാർട്ടിയാണെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാളെ ജയിലിൽ അടയ്ക്കുന്നതിന് പകരം പിന്നീട് എന്ത് ചെയ്തു പിണറായി വിജയൻ? കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് പിണറായി വിജയൻ്റെ അവസാന കാലഘട്ടത്തിൽ പി ശശിയെ വീണ്ടും എന്താക്കി? പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി. പോലീസിൻ്റെ എല്ലാ ഇടപാടുകളും നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി. ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ത്രീകളോടുള്ള സുരക്ഷിതത്വം എന്ന് പറയുന്നത്. ഇത്രയും തട്ടിപ്പുകാരനായ ഇത്രയും മാഫിയ തലവന്മാരായ രണ്ട് പേർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ സംശയമാണ്. ഇവർ ഏട്ടനും അനുജനുമാണ് ഈ കാര്യത്തിൽ. അത് പിണറായി വിജയനും പി ശശിയുമാണ്. എന്തായാലും പി ശശിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള പിണറായി വിജയൻ്റെ ഏർപ്പാടാണ് കഴിഞ്ഞ ഗവൺമെൻറ് വിടാൻ പ്രധാനമായിട്ട് കാരണമായിട്ടുണ്ടായിരുന്നത്. എന്നെ അടക്കം കള്ളക്കേസിൽ കൊടുക്കാൻ പി ശശിയാണ് പോലീസിനെ നിയന്ത്രിച്ചിരുന്നത്, പോലീസിന് നിർദ്ദേശം കൊടുത്തിരുന്നത്. അത് കൈകാര്യം ചെയ്തിരുന്നത് ADGP അജിത് കുമാറാണ്. എന്തായാലും ADGP അജിത് കുമാർ ഇപ്പോൾ ഔട്ടായി. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു. പി ശശിയോ വീണ്ടും പഴയ ആളായി മാറി. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അഡ്വക്കേറ്റാണ്. അതുകൊണ്ട് തട്ടിപ്പും വെട്ടിപ്പും സ്ഥിരമായുള്ളതുകൊണ്ട് പലരെയും ഇനി പറ്റിക്കാം. കണ്ണിൽ പൊടി എന്ന് പറയുന്നത് വിളിച്ചു വരുത്താം, ബലാത്സംഗം ചെയ്യാം. എന്തായാലും പഠിച്ചതൊന്നും മറക്കില്ല പി ശശി. കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ തലവന്മാരിൽ 2ാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് പി ശശിക്കാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് തീർച്ചയായും ശരിയാണ്.